ഹൃദയടിപ്പോട് കൂടിയിട്ടാണ് ഇത്രയും സമയം കണ്ടിരുന്നത്. കരിയറിൽ ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടി ചെയ്ത കുറവായിരിക്കും. നല്ല സിനിമയാണ്, അടിപൊളിയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഒമാനിൽ പോയ ഒരു ഫീൽ, ഒരു ദുബായിൽ പോയ നല്ലൊരു ഫീല്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് കരയിപ്പിച്ചായിരുന്നു. നല്ല രസമായിട്ട് ചെയ്യുന്നു. നല്ല ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊണ്ട് എല്ലാം ഉഷാറായിട്ടുണ്ടെന്നാണ് എനിക്ക് നല്ല നിങ്ങളെല്ലാം സിനിമ കാണണം. ഒരു അനീഷ് എന്നെ പോലെ നമ്മുടെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന് നല്ലൊരു സിനിമ കണ്ടാൽ വളരെ സന്തോഷം. ദുബായി പോയി വന്ന ഫീൽ. അല്ലാതെ അനീഷ് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി. പിന്നെ ഒരു കൊച്ചും പിടിക്കുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ്, ഒരു നായികയായിട്ടാണ്. അവിടാണ് നല്ല ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും പടം എല്ലാവരും കാണുക, വളരെ വിജയിപ്പിക്കുക. നന്നായിട്ട് ഇമോഷണൽ ആണെന്ന് ചോദിച്ചാൽ ഇമോഷണൽ ആവാം. പടം കാണുക, എല്ലാവരും പടം കാണുക. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അനീഷ് അൻവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ശരിക്കും എല്ലാവരും കാണണം, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, എല്ലാവരുടെയും നല്ല ഇഷ്ടമായി. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. അടിപൊളി, എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എൻഗേജിങ് ആയിരുന്നു. നല്ല പടം, എല്ലാവരും കാണേണ്ട പടം. പക്ക അതെ പക്ക സർവൈവറാണ്. ഇങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും നല്ല മൂവിയായിരുന്നു. ഒരു ഡിഫറെന്റ് എൻഡിങ്, അടിപൊളി. വെരി ഗ്രിപ്പിംഗ് സ്റ്റോറി. എൻഡ് വരെ ഒരുപാട് സ്ട്രഗിളിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഹോപ്പിൻ്റെ സ്റ്റോറിയാണ്. ഫൈനലി കുറച്ച് വിഷമം ഉണ്ടായി, എന്നാലും വെരി ഗ്രിപ്പിംഗ് സ്റ്റോറി, വെരി നൈസ്. സോറി, അതെ, ഇമോഷണൽ സർവൈവലാണ്, സ്ട്രഗിളാണ്. നമ്മുടെ എല്ലാ ലൈഫിൻ്റെ സ്ട്രഗിൾസ് ഒത്തിരി പല ഘട്ടങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ലവറിൻ്റെ സ്ട്രഗിളുണ്ട്, ഒരു ഭാര്യയുടെ സ്ട്രഗിളുണ്ട്, ഒരു ഡെസേർട്ടിൽ ഓവർകം ചെയ്യാൻ നോക്കുന്ന ഒരു സ്ട്രഗിളുണ്ട്. പിന്നെ കേരളത്തിലെ ഒരു ഹോപ്പ് ഉണ്ട് അതിനകത്ത് ഒത്തിരി. എൻഡിലെ ഒരു നല്ലൊരു എൻഡിങ്ങിൻ്റെ വരുമെന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ട്. സൂപ്പർ, നല്ല പടം, നല്ല റോഡ് മൂവിയാണ്. നല്ല സിനിമ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മസ്കറ്റിൽ ഒമാനിലെ നല്ലൊരു എന്താണ് നല്ല ഡിസൈഡിനകത്ത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി സിനിമ. അതെ, പ്രവാസികൾക്ക് മാത്രമല്ല, സിനിമ നമ്മൾ ത്രില്ലർ ജോണറിലുള്ള നല്ലൊരു സർവൈവൽ ത്രില്ലറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് മൂവിയാണ്. അനീഷ് അൻവറിൻ്റെ ഒരു എന്താ പറയുക, വലിയൊരു നേട്ടമാണ് ഈ മൂവി എന്ന് പറയുന്നത്. നമ്മൾക്കൊക്കെ ശരിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ ഇപ്പോൾ വിറകൊണ്ട് പറ്റണില്ല. അത്രയും ഹൃദയടിപ്പോട് കൂടിയിട്ടാണ് ഇത്രയും സമയം കണ്ടിരുന്നത്. നമ്മൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായാൽ എങ്ങനെ തരണം ചെയ്യും എന്നതിനെ കുറിച്ചിട്ട് പോലും നമ്മൾ ആലോചിച്ചു പോയി. അപ്പോൾ പ്രവാസികളായ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളും, അതേപോലെ നമ്മളും ഇപ്പോൾ ഫ്ലഡ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ അതിജീവിക്കും എന്നതിനെ കുറിച്ചിട്ടും ഒരുപാട് ചിന്തകളായിരുന്നു ടാക്കീസിലിരിക്കുമ്പോൾ. ഏതായാലും ഒരു ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിറ മാറാത്തതുകൊണ്ട് ഇപ്പോഴിത്രേ പറയുന്നുള്ളൂ. അനീഷ് അൻവറിന് ഒരുപാട് അതുപോലെ ഹോൾ ടീമിന് ഒരുപാട് കൺഗ്രാറ്റ്സ് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. താങ്ക് യു. സെക്കൻഡ് ഹാഫ് മോശം, ഫസ്റ്റ് ഹാഫിൽ അനീഷ് തന്നെ കുറെ കോമഡി കാര്യം, അവസാനം കുറച്ച് കാര്യം. അല്ലല്ല, ഞങ്ങൾ അനീഷ്കയുടെ കൂടെ കേസ് കൊണ്ട് ഡാൻസ് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച പോലെ എല്ലാവരും ക്ലൈമാക്സ് നല്ല സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്. ത്രില്ലിംഗ് ആണ്. കരയിപ്പിച്ചോ? ലാസ്റ്റില്
കുറച്ചുകൂടി വിഷമമായോ? ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള നല്ല മൂവി, നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജും ഉണ്ട്. കരയാനൊക്കെ ഉണ്ട്. അതെ അതെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആരെ കണ്ടു പടം കണ്ടവരുണ്ടല്ലോ? ഇഷ്ടമായോ? താങ്ക് യു. അപ്പം എല്ലാവരും പോയി പടം കാണണം. വെരി ഹാപ്പി. ചിത്രം കണ്ടതിന് ശേഷം എല്ലാവരുടെ നല്ലൊരു സന്തോഷമുണ്ട്. അതെ, എന്താണ് അതിന്റെ പ്രാധാന്യം? സിനിമ കണ്ട് സിനിമ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതാണ് ആ സന്തോഷം. എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഇഷ്ടമായി. എല്ലാവരുടെയും മൊത്തം എനിക്ക് മനസ്സിലാവുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ എല്ലാം ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കിട്ടുന്നതേ ചെയ്യും. കരിയറിൽ ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടി ചെയ്യുന്ന കുറവായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ 6ാമത്തെ സിനിമയാണ്. ബാക്കിയുള്ള സിനിമ പോലെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇതിന്റെ പുറകിൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ടെറൈനിൽ പോയി ഷൂട്ട് ചെയ്തു. അതിന്റെ പെർമിഷന്റെ കാര്യം, അതിന്റെ വെതറിന്റെ കാര്യം, അതല്ലാണ്ട് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പം അത്ര എഫേർട്ട് ഉള്ളതുകൊണ്ട് മാത്രമല്ല, അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ നിങ്ങൾ വാച്ച് ചെയ്തെങ്കിൽ മനസ്സിലാവും ഇതിന്റെ പുറകിലൊരു അത്ര വലിയൊരു കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാണണമെന്നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതുകൊണ്ട്, കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. തിയേറ്ററിൽ നിൽക്കേണ്ട ആവശ്യം, അതൊരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളെ ഒരു മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് തിയേറ്ററിൽ കുറച്ച് ദിവസം കൊണ്ടുപോകാം. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. താങ്ക് യു. ഇല്ല ഒരിക്കലില്ല. ഡയറക്ഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 14 ദിവസം അവിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഈ സമയം തന്നെ ഒരാൾ വേണം. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അഭിനയിച്ചെന്ന്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് അഭിനയത്തിലേക്ക് ഒന്ന് ഇറങ്ങി പിന്നെ അതിന് തന്നെ അഭിനയം ചെയ്യാണ്ടിരിക്കൊന്നുമില്ല, അഭിനയിക്കാൻ ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ്.